പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ നല്ല നമസ്കാരം. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന വിഷയം ഫിലിപ്സ് കർവ് എന്ന വിഷയം മാക്രോ എക്കണോമിക്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങളിൽ ഒന്നാണ്. ഞാൻ അതിനെ ഷോർട്ട് റൺ എന്നും ലോങ് റൺ എന്നും രണ്ടായിട്ട് വീണ്ടും തരംതിരിച്ച് ഗ്രാഫിക്കലായിട്ട് തന്നെയാണ് പറഞ്ഞു പോകുന്നത്. എസ് എ വരെ വരാനായിട്ടുള്ള വകുപ്പ് ഈ ഭാഗത്തു നിന്നുണ്ട്. അത്രത്തോളം പ്രധാനപ്പെട്ട ഒരു വിഷയം തന്നെയാണ് ഫിലിപ്സ് കർവ്. ഇനിയും എന്തുകൊണ്ട് ഈ പേര് ഫിലിപ്സ് കർവ് എന്ന പേര് വന്നു എന്ന് ചോദിച്ചാൽ A.W. ഫിലിപ്സ് എന്ന് പറയുന്ന ആളുടെ പേരോട് ചേർന്നിട്ടാണ് അദ്ദേഹം കണ്ടുപിടിച്ചിട്ടുള്ള ഡയഗ്രാം ആയതുകൊണ്ടാണ് ഇതിനെ ഫിലിപ്സ് കർവ് എന്ന പേരിൽ വിളിച്ചത്. ഇനിയും എന്ത് ബന്ധമാണ് ഉള്ളത് എന്നത് ഞാൻ ഗ്രാഫിലൂടെയാണ് നിങ്ങളോട് ചർച്ച ചെയ്യുന്നത്. ഈ ഗ്രാഫ് വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡയഗ്രമാണ്. രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, എക്സ് ആക്സിസിൽ അൺഎംപ്ലോയ്മെന്റ് റേറ്റും വൈ ആക്സിസിൽ എന്താണെന്ന് നോക്കിക്കേ റേറ്റ് ഓഫ് ഇൻഫ്ലേഷനുമാണ് പ്രധാനമായിട്ട് ചർച്ച ചെയ്തത്. ഇത് ഒന്നുകൂടെ നോക്കിക്കേ, എക്സ് ആക്സിസിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് എക്സ് ആക്സിസിൽ അൺഎംപ്ലോയ്മെന്റ് ലെവലും വൈ ആക്സിസിൽ റേറ്റ് ഓഫ് ഇൻഫ്ലേഷൻ. ഇനി എന്ത് ബന്ധമാണെന്ന് ചോദിച്ചാൽ നെഗറ്റീവ് ബന്ധമാണ്. അൺഎംപ്ലോയ്മെന്റിന്റെ അളവ് കുറയും തോറും നമ്മൾ എന്ന് വെച്ചാൽ എന്താണ്, കൂടുതൽ ആളുകളെ സ്ഥാപനത്തിലേക്ക് ഡിമാൻഡ് ചെയ്യും അല്ലേ. ഡിമാൻഡ് ഫോർ ലേബർ കൂടുന്നു എന്നതാണ് അതിന്റെ അർത്ഥം. പണ്ട് 5% അൺഎംപ്ലോയ്മെന്റ് 4 മാറി 3 മാറുന്നു എന്ന് പറഞ്ഞാൽ ആ സ്ഥാപനത്തിൽ തൊഴിലാളികളെ ആവശ്യകതയുണ്ട്. ആളുകൾ കൂടുതലായിട്ട് ഡിമാൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ഡിമാൻഡ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്ത് സംഭവിക്കുന്നു, ആളുകളുടെ ഡിമാൻഡ് കൂടുമ്പോൾ എന്ത് സംഭവിക്കും, അവർ പതുക്കെ പറയും ഞങ്ങൾക്ക് ഈ കൂലിയൊന്നും പോരാ, ഇതിനേക്കാൾ നല്ല വേതനം വേണമെന്ന് പറയും അല്ലേ. അപ്പൊ ഈ ബന്ധമാണ്. അപ്പം എന്താ സംഭവിക്കുന്നത്, അവരുടെ വേജ് റേറ്റ് ഇൻക്രീസ് ചെയ്യുന്നത്. വേജ് റേറ്റ് ഇൻക്രീസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്, കൂലി കൂടിയാൽ സ്വാഭാവികമായിട്ട് ഒരു സാധനത്തിന്റെ വിലയും കൂടും. റേറ്റ് ഓഫ് ഇൻഫ്ലേഷൻ ആണ് അല്ലേ. അപ്പം രണ്ട് കാര്യങ്ങളാണ് പറയുന്നത്. അൺഎംപ്ലോയ്മെന്റ് അളവ് കുറയും തോറും ഇൻഫ്ലേഷന്റെ അളവ് കൂടുന്നു എന്നുള്ള അനുമാനത്തിലാണ് നമ്മൾ ഫിലിപ്സ് കർവിൻ നെഗറ്റീവ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ റേറ്റ് ഓഫ് ഇൻഫ്ലേഷൻ ആൻഡ് റേറ്റ് ഓഫ് അൺഎംപ്ലോയ്മെന്റ്. ഇനി നമുക്ക് അതിന്റെ ആ ഡെഫിനേഷനൊക്കെ ഞാൻ കൊടുത്തതിലേക്ക് പോകാം. ആദ്യത്തെ സ്ലൈഡിലേക്ക് വീണ്ടും പോവാണ്. ഫിലിപ്സ് കർവ് പറയുന്നത് എന്താണ്, ഇറ്റ് ഈസ് ദ ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ റേറ്റ് ഓഫ് അൺഎംപ്ലോയ്മെന്റ് ആൻഡ് റേറ്റ് ഓഫ് ഇൻക്രീസ് ഇൻ വേജസ്, അല്ലെങ്കിൽ ഇൻഫ്ലേഷനും അൺഎംപ്ലോയ്മെന്റ് തമ്മിലുള്ള നെഗറ്റീവ് ബന്ധമാണ്. എന്ന് വെച്ചാൽ എന്ത് ബന്ധമാണ്, അൺഎംപ്ലോയ്മെന്റ് കുറയും തോറും ഡിമാൻഡ് ഫോർ ലേബർ ഇൻക്രീസ് ചെയ്യുന്നു. ഡിമാൻഡ് ഫോർ ലേബർ ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു, ലേബറിന്റെ ഡിമാൻഡ് കൂടുമ്പോൾ അവർ ശരിക്കും ഡിമാൻഡ് പറയും അല്ലേ, ഞങ്ങൾക്ക് കൂടുതൽ വേജസ് വേണമെന്ന് അവർ ബാർഗെയിൻ ചെയ്യും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി അവരുടെ വേജ് റേറ്റ് കൂടുന്നു. വേജ് റേറ്റ് കൂടുക എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എന്ത് സംഭവിക്കും, സാധനങ്ങളുടെ വില കൂടുന്നു. അപ്പൊ ഈ ഒരു ബന്ധമാണ്. അൺഎംപ്ലോയ്മെന്റ് കുറയുമ്പോൾ ഇൻഫ്ലേഷൻ കൂടുന്നു, ഇൻഫ്ലേഷൻ കുറയുമ്പോൾ അൺഎംപ്ലോയ്മെന്റിലേക്ക് പോകുന്നു എന്നതാണ് ധ്വനി. അപ്പൊ ഈ ഒരു നെഗറ്റീവ് ബന്ധം അല്ലെങ്കിൽ ട്രേഡ് ഓഫ് ബിറ്റ്വീൻ അൺഎംപ്ലോയ്മെന്റ് ആൻഡ് ഇൻഫ്ലേഷൻ ഇസ് ടേംഡ് ആസ് ഫിലിപ്സ് കർവ്. ഈ ഒരു ബന്ധമാണ്. അപ്പോൾ അതിനകത്ത് ഒരു കാര്യം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഒരു രാജ്യത്തിന് രണ്ട് പ്രശ്നം ഒരുമിച്ച് പരിഹരിക്കാൻ പറ്റത്തില്ല. അൺഎംപ്ലോയ്മെന്റ് പരിഹരിക്കാനായിട്ട് പോയാൽ ആ രാജ്യത്ത് എന്ത് പ്രശ്നം ഉണ്ടാകും, ഇൻഫ്ലേഷൻ ഉണ്ടാകും. അത് വളരെ വലിയ ഒരു ചിന്തയാണ് പറഞ്ഞിരുന്നത് കേട്ടോ. അതുപോലെ ഇൻഫ്ലേഷൻ ആണ് രാജ്യത്തിനകത്ത് പരിഹരിക്കാൻ ശ്രമിക്കുന്നതെങ്കിൽ അൺഎംപ്ലോയ്മെന്റ് ആ രാജ്യത്തിന്റെ അകത്ത് ഉണ്ടാകും. അപ്പോൾ ഇത്തരത്തിൽ രണ്ട് പ്രശ്നങ്ങളിൽ ഒന്ന് മാത്രമേ പറ്റത്തുള്ളൂ. ട്രേഡ് ഓഫ് ബിറ്റ്വീൻ ടു എന്ന് വരുമ്പോൾ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ മറ്റേത് കൂടുന്നു എന്ന രീതിയിൽ വരുന്നത് കൊണ്ടാണ് നമ്മൾ ഈ നെഗറ്റീവ് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ അൺഎംപ്ലോയ്മെന്റും ഇൻഫ്ലേഷനും തമ്മിലുള്ള നെഗറ്റീവ് ബന്ധമാണ്, നെഗറ്റീവ് റിലേഷൻഷിപ്പിനെയാണ് ഫിലിപ്സ് കർവ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പൊ അടുത്ത എക്സ്പ്ലെയിൻ. അപ്പൊ നിങ്ങൾ ഇനിയും ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ മൂന്നാമത്തെ സ്ലൈഡ് ഞാൻ ബ്ലാങ്ക് ഇട്ടേക്കുന്നതിന് കാരണം നിങ്ങൾ അവിടെ എക്സ്പ്ലനേഷൻ നടത്താൻ പോവാണ്. എക്സ്പ്ലെയിൻ ദ ഗ്രാഫ് ഇൻ യുവർ ഓൺ വേർഡ്സ്. നിങ്ങൾ ഈ ഗ്രാഫ് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നെ എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്, എക്സ് ആക്സിസ് മെഷേഴ്സ് അൺഎംപ്ലോയ്മെന്റ്, വൈ ആക്സിസ് മെഷേഴ്സ് റേറ്റ് ഓഫ് ഇൻഫ്ലേഷൻ. എന്നിട്ട് പിന്നെ നിങ്ങൾ പറയണം അൺഎംപ്ലോയ്മെന്റ് അളവ് 5 ആയിരുന്നപ്പോൾ ഇൻഫ്ലേഷന്റെ അളവ് എത്രയായിരുന്നു, 0 ആയിരുന്നു. അൺഎംപ്ലോയ്മെന്റ് 5 ആയപ്പോൾ ഇൻഫ്ലേഷൻ 0 ആയിരുന്നു. അൺഎംപ്ലോയ്മെന്റ് അളവ് 5ൽ നിന്ന് 4 ആയപ്പോൾ ഇൻഫ്ലേഷൻ അളവ് എത്രയാണ്, 1 ആയിട്ട് ചുരുങ്ങി. അൺഎംപ്ലോയ്മെന്റ് അളവ് 2 ആയിട്ട് കുറഞ്ഞപ്പോൾ ഇൻഫ്ലേഷന്റെ അളവ് എത്രയായി, 3 ആയിട്ട് മാറി. ഇങ്ങനെ നെഗറ്റീവ് റിലേഷൻഷിപ്പ് ആയതുകൊണ്ടാണ് വാട്ട് വി ഗെറ്റ് ഈസ് എ നെഗറ്റീവ്ലി അല്ലെങ്കിൽ ഡൗൺവേർഡ് സ്ലോപ്പിംഗ് കർവ്. ഈ കർവിനെ വിളിക്കുന്ന പേരാണ് ഫിലിപ്സ് കർവ് എന്ന് പറയുന്ന കർവ്. അപ്പം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ആ ഗ്രാഫിന്റെ എക്സ്പ്ലനേഷൻ എന്ന രീതിയിൽ എഴുതണം. ഇതിനെയാണ് ഷോർട്ട് റൺ ഫിലിപ്സ് കർവ് എന്ന് ചോദിച്ചാലും നിങ്ങൾ ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞ് എഴുതേണ്ടത്. നമ്മൾ ഈ ഗ്രാഫിൽ നിന്ന് ഇതിനെയും ലോങ് റൺ അനാലിസിസിലേക്ക് പോവാണ്. ലോങ് റൺ അനാലിസിസ്
ലോങ് റൺ ഫിലിപ്സ് കർവിലേക്ക് പോവാണ്. ഞാൻ ഗ്രാഫ് എടുത്തിട്ടിട്ടുണ്ട്. ലോങ് റൺ ഫിലിപ്സ് കർവ് വളരെ ശ്രദ്ധയോടുകൂടി കേൾക്കണം. മിൽട്ടൺ ഫ്രീഡ്മാൻ എന്ന ഇക്കണോമിസ്റ്റ് ഫിലിപ്സ് കർവ് ഷോർട്ട് പീരീഡിൽ നിങ്ങൾ പറയുന്നതൊക്കെ ശരിയാണെന്ന് സമ്മതിച്ചു. പക്ഷെ ഇദ്ദേഹം ലോങ് ഡ്യൂറേഷനിലേക്ക് വന്നപ്പോൾ ഇദ്ദേഹത്തിന് മനസ്സിലായി നമ്മൾ പറയുന്ന പല കാര്യങ്ങളും ശരിയല്ല. ഫിലിപ്സ് കർവിന് നെഗറ്റീവ് അല്ലെങ്കിൽ ഡൗൺവേർഡ് സ്ലോപ്പിംഗ് കർവ് എന്നൊരു ഗ്രാഫ് കിട്ടുന്നില്ല എന്നുള്ള അനുമാനം കിട്ടി. അപ്പോൾ അതുകൊണ്ട് ഇദ്ദേഹമാണ് ലോങ് റൺ ഫിലിപ്സ് കർവ് വരച്ച് നമ്മളെ ചിത്രീകരിക്കുന്നത്. അപ്പോൾ അതിന്റെ ഐഡിയ നിങ്ങൾക്ക് കിട്ടുക എന്നതാണ് പ്രധാനപ്പെട്ടത്. ഇനിഷ്യലി എന്ത് സംഭവിച്ചെന്ന് നോക്കിക്കേ. അൺഎംപ്ലോയ്മെന്റ് ലെവൽ UN ആണ്. നമ്മുടെ ഇപ്പോഴത്തെ അൺഎംപ്ലോയ്മെന്റ് ലെവൽ UN ആണ് അൺഎംപ്ലോയ്മെന്റ് ലെവൽ. അപ്പൊ നമ്മുടെ ഫിലിപ്സ് കർവ് ഷോർട്ട് റൺ ഫിലിപ്സ് കർവ് ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആണ് അല്ലേ. അൺഎംപ്ലോയ്മെന്റ് ക്രമേണ കുറഞ്ഞു എന്നിരിക്കട്ടെ. അൺഎംപ്ലോയ്മെന്റ് കുറയുമ്പോൾ എന്ത് വർദ്ധിക്കുന്നു? ഇൻഫ്ലേഷൻ വർദ്ധിക്കുന്നു. അപ്പം UN അൺഎംപ്ലോയ്മെന്റ് UN ആയിരുന്നപ്പോൾ ഇൻഫ്ലേഷന്റെ അളവ് 0 ആയിരുന്നു. ക്രമേണ അൺഎംപ്ലോയ്മെന്റ് കുറഞ്ഞപ്പോഴേക്കും ഇൻഫ്ലേഷന്റെ അളവ് എത്രയായിട്ട് മാറി? 6 ആയിട്ട് മാറി. ഇത് ആര് പറഞ്ഞതെന്നാണ്? ഷോർട്ട് റൺ ഫിലിപ്സ് കർവ് ആണ് അല്ലേ. അൺഎംപ്ലോയ്മെന്റിന്റെ അളവ് ഒന്നുകൂടെ ശ്രദ്ധിച്ച്. അൺഎംപ്ലോയ്മെന്റ് അളവ് UN നിന്ന് UN ആയിരുന്ന അൺഎംപ്ലോയ്മെന്റ് അളവ് ക്രമേണ കുറഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചെന്ന് നോക്കിക്കേ. നമ്മുടെ ഇൻഫ്ലേഷന്റെ അളവ് 6 ആയിട്ട് മാറുകയാണ് ചെയ്തത്. ഓക്കെ, ഇത് നിങ്ങളുടെ ഷോർട്ട് റൺ ഫിലിപ്സ് കർവ് ആണ്. അതുകൊണ്ടാണ് നിങ്ങളുടെ ഷോർട്ട് റൺ ഫിലിപ്സ് കർവ് SRPC1 എന്ന് ഞാൻ കൊടുത്തിട്ടുള്ളത്. SRPC1 എന്ന് പറഞ്ഞാൽ ഷോർട്ട് റൺ ഫിലിപ്സ് കർവ് 1 എന്ന രീതിയിൽ കൊടുത്തിട്ടുള്ളത്. പക്ഷേ ഇൻഫ്ലേഷന്റെ അളവ് 6 ആയിട്ട് വർദ്ധിച്ചപ്പോൾ ആളുകൾക്ക് മനസ്സിലായി അവരുടെ കൂലി കൂടിയതുകൊണ്ടാണ് ഇൻഫ്ലേഷൻ ഇല്ലേ. അപ്പൊ ഇൻഫ്ലേഷൻ കൂലി കൂടിയപ്പോൾ അവർക്ക് സന്തോഷമായിരുന്നു. പക്ഷേ ഈ ഇൻഫ്ലേഷൻ ഗ്രാജുവലി എങ്ങോട്ട് മാറി? എല്ലാ വസ്തുക്കളിലും വില വർദ്ധിക്കാനായിട്ട് തുടങ്ങി. അപ്പോൾ അവർക്ക് മനസ്സിലായി എന്താണ്? അവരുടെ കൂലി വർദ്ധിച്ചത് കൊണ്ട് അവർ വാങ്ങാൻ പോകുന്ന വസ്തുക്കളുടെയും വില വർദ്ധിക്കുന്നുണ്ട്. അപ്പം വലിയ നേട്ടം ഉണ്ടാകുന്നുണ്ടോ? ഇല്ല. ഒരു ഉദാഹരണം ഞാൻ പറയാം. എനിക്ക് പണ്ട് 1000 രൂപയായിരുന്നു കൂലി. ഞാൻ വഴക്കിട്ട് 2000 രൂപയാക്കി കൂലി വാങ്ങുന്നുണ്ട്. പക്ഷേ പണ്ട് ഞാൻ 1000 രൂപയായിരുന്നു അരിയുടെ വിലയെങ്കിൽ ഇപ്പൊ അരിയുടെ വിലയും 2000 ആയാൽ എനിക്ക് വർദ്ധിച്ച കൂലി കൊണ്ട് വല്ലോ നേട്ടമുണ്ടോ? ഒരിക്കലുമില്ല. ഓക്കെ, അപ്പോൾ എന്താന്ന് മനസ്സിലാക്കിക്കോണേ. അപ്പം ആളുകൾക്ക് മനസ്സിലായി ഈ വർദ്ധിച്ച കൂലി കിട്ടുന്നത് കൊണ്ട് യാതൊരു പ്രയോജനമില്ല. കാരണം എന്താണ്? എല്ലാ വസ്തുക്കളിലും വില വർധനവുണ്ടായി. അപ്പം ഗ്രാജുവലി എന്ത് സംഭവിക്കുന്നറിയാവോ? ഇവര് വീണ്ടും പഴയ UN മൂവ് ചെയ്യാനായിട്ട് തുടങ്ങി. ക്ലിയർ ആണേ? അപ്പം വീണ്ടും UN ആണ് ലെവൽ ഓഫ് അൺഎംപ്ലോയ്മെന്റ് എന്നത്. UN B ആയിരുന്നത് വീണ്ടും C മാറുകയാണ് ചെയ്തിരിക്കുന്നത്. ഒരു പ്രാവശ്യത്തോടെ ഞാൻ അവിടെ ആ പോയിന്റ് എക്സ്പ്ലെയിൻ ചെയ്യാണ്. UN ആയിരുന്നു നിങ്ങളുടെ ഇനീഷ്യൽ അൺഎംപ്ലോയ്മെന്റ്. കുറച്ചപ്പോൾ നിങ്ങളുടെ ഇൻഫ്ലേഷൻ ലെവൽ 6 ആയിട്ട് മാറി. 6 ആയിട്ട് മാറിയപ്പോൾ നിങ്ങളുടെ അൺഎംപ്ലോയ്മെന്റ് ലെവല് കുറഞ്ഞായിരുന്നു. പക്ഷെ എന്ത് സംഭവിച്ചു? നിങ്ങൾക്ക് മനസ്സിലായി വലിയ നേട്ടമൊന്നും ഉണ്ടായില്ല എന്നതുകൊണ്ട് തന്നെ ബിയിൽ നിന്ന് നിങ്ങൾ വീണ്ടും സിയിലേക്ക് യാത്ര തിരിച്ചു. സി എന്ന് പറയുന്നത് ഏതാണ്? വീണ്ടും UN അവസാനിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതുപോലെ തന്നെ വീണ്ടും സംഭവിക്കാം. എങ്ങനെ സംഭവിക്കാം? സിയിൽ നിന്ന് എങ്ങോട്ട് പോകാം? ഡിയിലേക്ക് മാറാം. പക്ഷെ വർദ്ധിച്ചതിന്റെ നേട്ടമുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇല്ല. വീണ്ടും എങ്ങോട്ട് മാറി? ഇയിലേക്ക് മാറി. അപ്പൊ ചുരുക്കം പറഞ്ഞാൽ നിങ്ങളുടെ എവിടെയാണ് അവസാനിക്കുന്നതെന്ന് ചോദിച്ചാൽ നിങ്ങൾ എപ്പോഴും എവിടെ പോയാലും എങ്ങോട്ട് വരും? UN മടങ്ങി വരും. അപ്പം ഇതിനെയാണ് നാച്ചുറൽ റേറ്റ് ഓഫ് അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത്. അപ്പം നൈറു എന്നാണ് വിളിക്കുന്നത് കേട്ടോ. NAIRU, നാച്ചുറൽ റേറ്റ് ഓഫ് അൺഎംപ്ലോയ്മെന്റ് എന്ന് വെച്ചാൽ ആ അൺഎംപ്ലോയ്മെന്റിന് ഒരിക്കലും കുറയ്ക്കാൻ പറ്റത്തില്ല. തലകുത്തി നിന്നാലും അതിനെ കുറയ്ക്കാൻ പറ്റത്തില്ലെന്നാണ് പറയുന്നത്. കാരണം എന്താ? കുറഞ്ഞാലും അത് താൽക്കാലികമാണില്ല. വീണ്ടും എങ്ങോട്ട് വരും? വീണ്ടും അത് തിരിച്ചു വരിക തന്നെ ചെയ്യും. അതുകൊണ്ടാണ് ഇതിനെ നൈറു എന്ന് വിളിക്കുന്നത്. അപ്പൊ ഈ ഗ്രാഫിനെയാണ് നിങ്ങൾ ലോങ് റൺ ഫിലിപ്സ് കർവ് എന്ന് പറയുന്നത്. അപ്പം ലോങ് റൺ ഫിലിപ്സ് കർവിന്റെ ഷേപ്പ് ഡൗൺവേർഡ് സ്ലോപ്പിംഗ് അല്ല, മറിച്ച് എന്താണ്? ഇറ്റ് ഈസ് എ സ്ട്രെയിറ്റ് ലൈൻ, വെർട്ടിക്കൽ സ്ട്രെയിറ്റ് ലൈൻ ആണ് നിങ്ങളുടെ ലോങ് റൺ ഫിലിപ്സ് കർവ് സൂചിപ്പിക്കുന്നത്. ഇനി അതിന്റെ ഡെഫിനേഷൻ ഭാഗത്തേക്കൊക്കെ പോകാനായിട്ട് പറ്റും. ഡെഫിനേഷനകത്തെല്ലാം ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതിനകത്ത് പറയുന്ന പ്രധാനപ്പെട്ട ആശയം എന്താണെന്ന് ചോദിച്ചാൽ ഇറ്റ് ആർഗ്യൂസ് ദാറ്റ് നോ സച്ച് ട്രേഡ് ഓഫ്, നെഗറ്റീവ് റിലേഷൻഷിപ്പ് ഇല്ല, അതൊന്നും ഇല്ലെന്നാണ്. ബട്ട് നോട്ട് ഇൻ ദ ലോങ് പീരീഡ്. ലോങ് റണ്ണിൽ അതൊന്നും ഇല്ല എന്നതാണ് പറയുന്നത്. കാരണം ആളുകൾക്ക് പ്രൈസ് എക്സ്പെക്ടേഷൻസ് ഉണ്ട്, പ്രതീക്ഷകളുണ്ട്. എന്തിനെക്കുറിച്ചാണ്? വില വർദ്ധിക്കുമ്പോൾ എല്ലാ വസ്തുക്കളിലും വില കൂടുന്നു
അഡാപ്റ്റീവ് എക്സ്പെക്ടേഷൻസ് അതാണ് വിളിക്കുന്നത് കേട്ടോ. അഡാപ്റ്റീവ് എന്ന് പറഞ്ഞാൽ എല്ലാ മേഖലയിലേക്കും ആ വില അഡ്ജസ്റ്റ് ചെയ്യപ്പെടുന്നു എന്നതിനെയാണ് അഡാപ്റ്റീവ് എന്ന് പറയുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഓട്ടോമാറ്റിക്കലി ആളുകൾക്ക് മനസ്സിലായി ഞങ്ങൾക്ക് വർദ്ധിച്ച കൂലി കിട്ടുന്നത് കൊണ്ട് വലിയ പ്രയോജനമൊന്നുമില്ല, അതുകൊണ്ട് ഞങ്ങൾ കൂടുതലായിട്ട് തൊഴിലിൽ വന്നിട്ട് കാര്യമൊന്നുമില്ല. കാരണം എന്താണ്, വർദ്ധിച്ച കൂലി കിട്ടുന്നതിനൊപ്പം എല്ലാ സാധനങ്ങളുടെയും വിലയും വർദ്ധിച്ചു. അതുകൊണ്ട് തന്നെ പഴയ അവസ്ഥയിൽ നിൽക്കുന്ന അതേ അവസ്ഥയിലേക്ക് അവർ മടങ്ങി പോകാനായിട്ട് ശ്രമിക്കുന്നു. അപ്പോൾ അതുകൊണ്ടാണ് അവർ ഏത് പോയിന്റിൽ നിൽക്കുന്നതെന്ന് നോക്കിക്കേ, നൈറു എന്ന പോയിന്റ്, നോൺ ആക്സിലറേറ്റിംഗ് ഇൻഫ്ലേഷൻ റേറ്റ് ഓഫ് അൺഎംപ്ലോയ്മെന്റ്. അപ്പോൾ UN ആണ് നമ്മുടെ എക്സാമ്പിൾ. ഏതാണ് നൈറു? UN എന്നതാണ് നമ്മുടെ ഇൻഫ്ലേഷൻ, നോൺ ആക്സിലറേറ്റിംഗ് ഇൻഫ്ലേഷൻ റേറ്റ് ഓഫ് അൺഎംപ്ലോയ്മെന്റ്. എന്ന് വെച്ചാൽ എന്താ നൈറു എന്നൊക്കെ പരീക്ഷയ്ക്ക് ചോദിച്ചാൽ ഇതാണ് നമ്മുടെ നാച്ചുറൽ റേറ്റ് ഓഫ് അൺഎംപ്ലോയ്മെന്റ് ആണ്. ഈ അൺഎംപ്ലോയ്മെന്റിനേക്കാൾ കുറയ്ക്കാൻ ലോങ് റണ്ണിൽ ഇതിനേക്കാൾ താഴെ പോകാനായിട്ട് ഒരു മാർഗവും ഉണ്ടാവത്തില്ല എന്ന് തന്നെ നിങ്ങൾ വ്യക്തമായിട്ട് പറയണം. എന്ന് വെച്ചാൽ UN എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് തിരികെ പോയാലും അല്ലെങ്കിൽ കുറഞ്ഞാലും, അൺഎംപ്ലോയ്മെന്റ് കുറഞ്ഞാലും അത് താൽക്കാലികം മാത്രമായിരിക്കും, വീണ്ടും ആ പഴയ അവസ്ഥയിലേക്ക് തന്നെ വന്ന് ചേരും. അപ്പോൾ ഇത് വെരി ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ 2 ഗ്രാഫും പഠിക്കണം, ഷോർട്ട് റൺ ഫിലിപ്സ് കർവും ലോങ് റൺ ഫിലിപ്സ് കർവും. 4 മാർക്കിനൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ ഷോർട്ട് ആൻസർ ഒക്കെ ആണെങ്കിൽ യു ക്യാൻ റൈറ്റ് ആദ്യത്തെ ഷോർട്ട് റൺ ഫിലിപ്സ് കർവ് എഴുതിയാൽ മതി. ഇൻ കേസ് എസ്സേ ആണെങ്കിൽ അല്ലെങ്കിൽ ലോങ് എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണെങ്കിൽ യു ക്യാൻ ഗോ ഫോർ ബോത്ത് ദ ഡയഗ്രാം ആൻഡ് ഇറ്റ്സ് എക്സ്പ്ലനേഷൻ. താങ്ക് യു.